നിങ്ങൾ വേറൊരു ദിവസം വന്നോളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വന്നവരൊക്കെ ഇങ്ങനെ തിരിച്ചു പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. എന്ത് ചെയ്യും? നമുക്ക് എന്താ തോന്നുക? എന്തായാലും ഇറങ്ങി ഒരാഴ്ചയായിട്ടുണ്ട് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങ് ഇറങ്ങി റെഡി ആയപ്പോ ഇങ്ങനെ നമുക്ക് എന്താ തോന്നുക? അപ്പൊ അവിടുന്ന് ഒരു കുറച്ചപ്പുറത്തേക്കൊക്കെ മാറി 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ മേ ബി വേറെ ഏതെങ്കിലുമൊക്കെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടാവും, ബീച്ച് പോലെയുള്ള. നിങ്ങളുടെ മനസ്സെന്താ പറയാ? എന്തായാലും ഇറങ്ങിയതല്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാം. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറയുന്ന ബീച്ച് പോയാലോ അല്ലെ? ബീച്ചോ? ഇവിടുന്ന് എത്ര സമയമുണ്ട് ബീച്ചിലേക്ക്? 2 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു പാർക്കിംഗ് ഒക്കെ കിട്ടി. ബീച്ചിൽ നമ്മൾ എത്തി ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങി കുറച്ചതൊക്കെ ആസ്വദിച്ച് അപ്പോഴേക്ക് എത്ര സമയമാകും? രാത്രി ഇറങ്ങുമ്പോൾ തന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ബീച്ചിലൊക്കെ കറങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും രാത്രി 1 മണിയോ 2 മണിയോ ഒക്കെ ആവും. ആ സമയത്തുള്ള യാത്ര, അതുപോലെ തന്നെ അന്ന് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ സുബഹിക്ക് കറക്റ്റ് എണീക്കാൻ പറ്റൂല, നമസ്കാരം കിട്ടൂല, പള്ളി പോവാൻ കഴിയില്ല. ഇങ്ങനെ പാരന്റ്സ് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങും. തുടങ്ങി ഒന്നും ആലോചിക്കണ്ട, ഒറ്റ മൈൻഡിൽ പോവാം. നമ്മൾ പറയില്ലേ, തുടങ്ങി ഓരോന്ന് പറയാൻ. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, ഒറ്റ മൈൻഡിൽ പോവാ വരിക. ഈ സമയത്തൊക്കെ രാത്രി പാതിരക്കൊക്കെ ബീച്ചിലോ നിങ്ങൾ എന്താ പറയുന്നത്? 2:30-3 മണിക്കൊക്കെ പലയിടങ്ങളിലും പല ബീച്ചുകളിലും അവിടെയൊക്കെ ബർത്ത്ഡേ ഫെസ്റ്റിവൽ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നത് 2:30-3 മണിക്കാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നേരം വെളുക്കാതെ വെറും ഫേസ്ബുക്കായിട്ട് ഇങ്ങനെ ഇരുന്നോളി. ഫേസ്ബുക്ക് ഒക്കെ തള്ളവൈബും തന്തവൈബാണല്ലോ അല്ലെ? അവരുടെ എങ്ങനെങ്കിലും ഒരു യാത്ര പോകും, എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് അവിടുത്തെ 4 ഫോട്ടോസും വെച്ചിട്ട് ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതും, പോയതും വന്നതും കഴിച്ചതും കണ്ടതും ഒക്കെ ആയിട്ട്. ഇത് വായിക്കാനും കുറെ അവരുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, കുറച്ച് ലൈക്ക് ഇടാനോ അല്ലെങ്കിൽ അവർ പോയതും കൂടി കൂടിയിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടാനോ അവരുടെ കയ്യിൽ ഇപ്പൊ അത് മാത്രമാണ്. നമ്മൾ അവിടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും തുടങ്ങി അങ്ങനെ പല മീഡിയകളുടെ പല രീതിയിലുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സോ അവരും നമ്മളും ഒരുപാട് അടുത്തിട്ടുണ്ടെങ്കിലും നമ്മളും അവരും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ.